ഹായ് ഫ്രണ്ട്സ്, ഈ രണ്ട് വെറൈറ്റി താമര എങ്ങനെയാണ് നടുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ താമര നടാനായിട്ട് ഞാൻ നോർമലി ഈ ടൈപ്പാണ്. ഇപ്പോൾ ചെളിയൊന്നും നമുക്കിവിടെ അവൈലബിൾ അല്ല. ഞാൻ നോർമൽ സാധാരണ ഈ മണ്ണ് തന്നെയാണ് നടുന്നത്. ഓക്കെ, അപ്പോൾ ഈ മണ്ണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ കല്ല് തീരെ ഇല്ലാണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ വേറൊരാളും കൂടെ ഉണ്ട്. ഞാൻ മണ്ണെടുക്കുന്ന ടൈമിൽ വന്ന് നോക്കിയിട്ടൊക്കെ പോവും. ആൾ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്, മൂപ്പർക്കുള്ള ആവശ്യമുള്ള സാധനമാണോ എന്നൊക്കെ അറിയാനുള്ള വഴിക്കാണ് വരുന്നത്. അപ്പോൾ ഈ മണ്ണ് ഞാൻ നല്ല രീതിക്ക് നമ്മൾ കല്ല് മാക്സിമം അതിൽ നിന്ന് ഒഴിവാക്കുക. ഇതിൽ കല്ല്, ഇലകൾ, കാരണം ഇലയൊക്കെ ചീഞ്ഞ് കഴിഞ്ഞാൽ സ്മെല്ല് വരാനും പിന്നെ ഭയങ്കരമായിട്ട് വെള്ളമൊക്കെ അഴുക്കാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിയുന്നത് നമ്മൾ ഇലയും കാര്യങ്ങളും മാറ്റി താഴത്തെ രീതിയിൽ ഞാൻ ഇങ്ങനെ ഇവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി കൊത്തിയിട്ടതാണ്. അപ്പോൾ അവിടെ യൂസ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ട മണ്ണാണ് ഞാൻ എടുക്കുന്നത്. ഇത് കൂടുതലും പൂഴി മണൽ കൂടുതലായിട്ടുള്ള മണ്ണാണ് ഞാൻ എടുത്തത്. ചെളിയായിട്ടൊന്നും നമുക്കിവിടെ അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ എടുക്കുന്നത്. ബാക്കി നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പം നമ്മൾ ഈ ഒരു ടബ്, അതായത് നമുക്കിപ്പം റോഡ് സൈഡിൽ നിന്നൊക്കെ കിട്ടും. ഇതിന് ഞാൻ 100 രൂപയാണ് കൊടുത്തത് റോഡ് സൈഡിൽ മേടിക്കുമ്പം. ഇങ്ങനത്തെ ഒരു 2 ടബ്ബാണ് മേടിച്ചത്. ഓക്കെ, അപ്പോൾ കുറച്ചാൾ ഉപയോഗിച്ച് ഇപ്പം ഒരു 4 താമരയുടെ ട്യൂബർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അപ്പോൾ ഞാൻ ഒരാളിൽ നിന്ന് മേടിച്ചതാണ്. കൊറിയറായിട്ട് വന്നു. നല്ല ഒരു ട്യൂബറാണ് കിട്ടിയത്. പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു പീസും കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് മേടിക്കുന്ന നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്സ് ബോക്സിൽ പറഞ്ഞാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുന്നേ ഉള്ള 2-3 വെറൈറ്റി ഉണ്ട്. താഴത്തും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ പൂക്കുന്നുണ്ട് എനിക്ക്. അപ്പോൾ അതിൽ പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് വന്നു. അങ്ങനെയാണ് ബാക്കി. അപ്പോൾ അതിലൊക്കെ ഞാൻ ചെയ്ത പ്രൊസീജിയറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ പറയുക. ഇതിൽ നിന്ന് എന്തെങ്കിലും അഡീഷണൽ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മളെല്ലാം പഠിച്ചു വരുന്നതാണല്ലോ. ഓരോ ദിവസവും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് സിമ്പിളായിട്ട്, ചില ആൾക്കാർക്കൊരു വിചാരമുണ്ട് നമുക്ക് താമര കിട്ടില്ല, നമുക്ക് വളരില്ല എന്ന്. അതൊക്കെ എനിക്കും ആ തുടക്കത്തിൽ അതായിരുന്നു. ബാക്കി എല്ലാ പ്ലാന്റ്സും വളർത്തുമായിരുന്നു. പക്ഷേ താമരയിലേക്ക് അധികം ഫോക്കസ് ചെയ്യില്ല. പക്ഷേ ഇതിൻ്റെ പൂക്കളൊക്കെ ഉണ്ടായി കണ്ടു. അപ്പോൾ പിന്നെ ഒരു കോൺഫിഡൻസ് വന്നപ്പോഴാണ് ഇതിലേക്ക് കടന്നത്. അപ്പം ഇതുപോലെ നമുക്ക് ചെയ്യാമെന്ന് മനസ്സിലായി. ഇത് ഞാൻ കമ്പോസ്റ്റിൽ യൂസ് ചെയ്യുന്ന നല്ല തരിയുള്ള മണ്ണാണ്. അത് കുറച്ച് പൂഴിമണലുമായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചുണ്ട്. അതാണ് ഞാൻ ഏറ്റവും താഴത്തെ ലെയറിൽ ഇടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഇടാം, മറ്റേ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കൊക്കെ ചേർക്കാറുണ്ട്. പക്ഷേ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വളം ചേർത്താൽ കൊള്ളാമെന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് അടിയിൽ ഈ സംഭവങ്ങൾ ചേർക്കാം. ഞാൻ പക്ഷേ ഇത് ചേർക്കാണ്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനെയാണ് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നീട് ചെറിയ രീതിക്ക് വളം കൊടുക്കുന്നതിന്. മറ്റേത് എനിക്ക് സ്മെല്ല് വന്നിട്ടുണ്ട്. അപ്പം വേപ്പിൻ പിണ്ണാക്ക് നമുക്കറിയാലോ, കടലപ്പിണ്ണാക്കൊക്കെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ പുളിപ്പിക്കുമ്പോൾ വെള്ളം നല്ല രീതിയിൽ സ്മെല്ലായിരിക്കും. അപ്പോൾ അത് എനിക്ക് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പം വളമായിട്ട് ചേർക്കണമെങ്കിൽ അടിയിൽ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ചേർക്കാം. അപ്പോൾ ഇത് ഞാൻ കമ്പോസ്റ്റാണ് കുറച്ച് ചേർക്കുന്നത്. ഇതാകുമ്പോൾ വേറെ പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ അടിയിൽ ഒരു ലെയർ കമ്പോസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നനഞ്ഞ മണ്ണ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ മണ്ണ് കുറച്ച് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ലെയർ കമ്പോസ്റ്റ്. അപ്പോൾ നമുക്ക് ഏകദേശം കുറച്ച് മനസ്സിലാവും. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ച ആ മണൽ ഞാൻ ഇതിലേക്ക് എടുക്കുകയാണ് കുറച്ച്. ഓക്കെ, ഈ മണൽ നമ്മളിങ്ങനെ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ലെവൽ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം അത് ഏകദേശം എത്രയാണ് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഒരു വിരലിൻ്റെ ഈ ഒരു ഡെപ്താണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞാൽ മനസ്സിലാവും ആ ഡെപ്ത് എത്രയാണെന്ന്. അല്ലെങ്കിൽ എല്ലാവർക്കും ഡൗട്ട് വരും എത്ര മണ്ണ് ഇടണം. അപ്പോൾ ഇത്രയാണ് ഞാൻ ചെയ്യാറ്. ഇതിലും പല രീതിക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഈ ലെവലിൽ ഞാൻ ഇപ്പം താഴെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ നടുന്നവരുണ്ടെന്ന് എനിക്കറിയാം. ബട്ട് ഞാൻ ശരിക്കും ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഈ ട്യൂബർ ഞാൻ ഇങ്ങനെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ട്യൂബർ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മുളയൊക്കെ ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ട്യൂബർ വെച്ച് കഴിഞ്ഞാൽ ഈ ട്യൂബർ താഴത്തേക്കും കുറച്ച് വേര് വളരണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നീക്കിയിട്ടാണ് ഞാൻ നടുന്നത്. നമ്മൾ സൈഡിലേക്ക് നട്ട് കൊടുക്കുക, എപ്പോഴും നല്ലത് അങ്ങനെയാണ്. അപ്പോൾ ഈ വളവിനനുസരിച്ച് അത് വട്ടത്തിൽ വരും. നടുക്കൈക്ക് വെക്കണ്ട, നടുക്കൈക്ക് വെച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ സൈഡിലാണ് ചെയ്യാറ്. അത് റൗണ്ടിൽ തന്നെ വരും. ഈ ട്യൂബർ വളരുന്നത് അങ്ങനെയാണ്, അതിൻ്റെ ഒരു മെത്തേഡ് അങ്ങനെയാണ്. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് വെച്ചാൽ അടുത്ത മണ്ണിടുന്ന ലെവൽ ഈ കാണുന്ന പോലെ, അതായത് ഇപ്പം നമ്മളൊരു വിരലിൻ്റെ ഏകദേശം എടുത്താൽ ഒരു ഇഞ്ച് കണക്കാക്കുകയാണെങ്കിൽ 2 ഇഞ്ച് 3 ഇഞ്ച് കനത്തിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അങ്ങനത്തെ ഒരു ലെവലിലാണ് എടുക്കാറ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് ഒരു കമ്പ് വെച്ചിട്ട് ഡെപ്ത് എടുത്തു. ഓക്കെ, വിരലിൻ്റെ ഈ വര ഒരു വിരലിൻ്റെ ഒരു മുക്കാൽ ഭാഗം വരെ എന്നിട്ട് എടുക്കാം. പലരുടെയും സൈസ് വ്യത്യാസം, പക്ഷേ ഏകദേശം കണ്ടാൽ അറിയാമല്ലോ. ചിലർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ
ഒരു വിരലിൻ്റെ വണ്ണത്തിലും എടുക്കാം, ഒരു പ്രശ്നമില്ല, എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷേ ഇത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു കാൽ ഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അര ഭാഗം വെച്ചാൽ മേലെ ഇവിടെ വരെയാണ്, ഈ ഒരു പോർഷൻ വരെയാണ് നമ്മൾ വെള്ളം വയ്ക്കുക, അല്ലെങ്കിൽ മാക്സിമം ഇത്ര വരെ. പിന്നെ മഴക്കാലത്ത് വെള്ളം തോർന്ന് ഒഴിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. ബട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു അതുപോലെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വരെ നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഒരു അത്രയും പോർഷൻ, പകുതി പോർഷൻ തന്നെ വെള്ളം മേളിൽ വേണം. ഓക്കെ, അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഇത് മൂടുകയാണ്, മണ്ണ് ബാക്കി എടുത്തിട്ട് മൂടി കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ചില കണ്ടീഷനിൽ വെള്ളം ഒഴിക്കുമ്പോൾ, എനിക്കങ്ങനെ വന്നിട്ടില്ല, ബട്ട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ചില സമയത്ത് ഇത് കുറച്ച് പൊങ്ങി വരാം. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ ഒരു മാർബിളിൻ്റെ കഷ്ണമോ ടൈൽസിൻ്റെ പീസോ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അധികം അമർത്തരുത്. അത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ വെയിറ്റ് കൊണ്ട് ഇത് പൊങ്ങി വരില്ല. അപ്പോൾ പിന്നീട് വളർന്ന് വരുമ്പോൾ പിന്നെ അതൊരു വിഷയമല്ല, അത് മണ്ണിൽ തന്നെ ചേർന്ന് നിന്ന് വളർന്നു വന്നോളൂ. അപ്പോൾ ഞാൻ അതൊന്ന് കാണിക്കാം. ഇവിടെ നമുക്കൊന്നില്ലെങ്കിൽ ഇതുപോലൊരു കഷ്ണം ക്രോസ് ആയിട്ട്, അതായത് ഇങ്ങനെ പൊങ്ങി വരരുത് വെള്ളം ഒഴിക്കുമ്പോൾ, അതിനുവേണ്ടി ഇങ്ങനെ ക്രോസ് ആയിട്ട് വെക്കാം. അല്ലെങ്കിൽ ഇതുപോലൊരു ഇരുമ്പിൻ്റെ കമ്പി, ഓക്കെ, അതിങ്ങനെ നമുക്ക് ക്രോസ് വെച്ച് കൊടുക്കാം. ഇത് എന്തിനാണെന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ബെൻഡ് ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇങ്ങനെ ക്രോസ് ആയിട്ട്. അതായത് ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഈ ഇരുമ്പ് കമ്പി അവിടെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അയണിൻ്റെ ഒരു കണ്ടൻറ്റും നമ്മുടെ ഇതിന് കിട്ടിക്കോളും, ചെടിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ. ഇത് കുറച്ച് തുരുമ്പ് പിടിച്ച സാധനമാണ്, അത് നമുക്ക് അവിടെ താഴെ വയ്ക്കാം. പിന്നീട് നമ്മൾ ഇത് വളർന്ന് ട്യൂബർ എടുക്കുന്ന സമയത്ത് മാത്രം അത് പുറത്തേക്ക് എടുത്താലും മതി, എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിന് പകരം നിങ്ങൾക്ക് ഒരു മരത്തിൻ്റെ വെക്കാം. പക്ഷേ മരം സ്വാഭാവികമായിട്ട് എന്താ പറ്റുക വെച്ചാൽ ദ്രവിച്ചു പോകും. ഇനി പ്ലാസ്റ്റിക് ആണെങ്കിലും നിങ്ങൾക്ക് ക്രോസ് വെക്കാം, ഒരു കമ്പ് വെക്കാം. പക്ഷേ അത് പ്ലാസ്റ്റിക് ആകുമ്പോൾ ദ്രവിക്കില്ല. പക്ഷേ ഇവിടെ ഞാനൊരു ഇരുമ്പിൻ്റെ കമ്പി തന്നെ ക്രോസ് വെച്ചിന്, കുറച്ച് വെയിറ്റുള്ള ടൈപ്പ്. അപ്പോൾ അത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് മണ്ണ് നീങ്ങിയാലും ക്രോസ് പൊങ്ങി വെള്ളത്തിൻ്റെ കൂടെ പൊങ്ങി വരില്ല. ഇത് ഞാൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിലാട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നിൽ ചെയ്യാണ്ടാണ് ചെയ്തത്. പക്ഷേ ഞാൻ പതിയെ വെള്ളം ഒഴിക്കുള്ളൂ, എനിക്കതിനെപ്പറ്റി പരിചയമുള്ളതുകൊണ്ട്. അപ്പോൾ തുടക്കം ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ ഇത് ചെയ്യുന്ന കാണുന്ന ചിലവർക്കുണ്ടാവും എന്തിനാണ് അത് വെച്ചത്, അങ്ങനെ വെക്കണ്ടല്ലോ എന്നൊക്കെ തോന്നും. ബട്ട് അതിൻ്റെ ഒരു ഉത്തരമായിട്ടാട്ടോ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ചിലവർ ശ്രദ്ധിക്കാതെ വെള്ളം ഒഴിക്കുമ്പോൾ ഇതങ്ങ് പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്, ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു ഞാൻ നേരത്തെ അതുകൊണ്ട് പറഞ്ഞു വെച്ചത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ മണ്ണ് നിറച്ച് കൊടുക്കുക. കല്ലൊക്കെ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇതുപോലെയുള്ള കല്ലുകളൊക്കെ മാക്സിമം നമ്മൾ ഒഴിവാക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ട്യൂബറിന് ഒരു റണ്ണർ ഉണ്ടായിരുന്നു, അത് ഞാൻ ഈ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ വന്നതാണ്, അവർ അതും കൂടെ വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ട്യൂബർ ആണ് എനിക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല സെല്ലറാണ്, അത്യാവശ്യം താമരയൊക്കെ സെയിൽ ചെയ്യുന്ന ടീംസാണ്. ഓക്കെ, അപ്പോൾ ഗ്രീൻ ആപ്പിളിൻ്റെ ഞാനിത് ചെയ്തു. ഇനി മണ്ണ് സെറ്റാക്കിയതിന് ശേഷം വെള്ളം ഒഴിക്കുന്ന രീതിയും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇതുപോലെ വേറൊരു ട്യൂബറും കൂടെ ഞാൻ പറഞ്ഞതിൽ വന്നതിൽ രണ്ടാമത്തെയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി നമ്മളിതിപ്പം മണ്ണ് നിറച്ച് കഴിഞ്ഞു, നേരത്തെ നമ്മൾ കാണിച്ച പോലെ. ഓക്കെ, അതിൽ ഞാനിങ്ങനെ കുറച്ച് ട്യൂബർ തടി കൂടുതലാണ്. അപ്പോൾ ഞാൻ അരിക്കേക്ക് അങ്ങനെ കയറ്റാണ്ട് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ആക്കിയിട്ട് ഇങ്ങനെയാണ് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ മുകുളം വരുന്ന ഭാഗം ഇവിടെയും ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള മണ്ണ് വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഫില്ല് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് മണ്ണ് നല്ല രീതിയിൽ മുകളിലേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ കയറ്റി കൊടുക്കാം. ബട്ട് ഒരു പോർഷൻ ഞാൻ ഇങ്ങനെ വെക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക്. മണ്ണ് അതിൽ മേലെ ഇട്ടാലും കുഴപ്പമില്ല. ബട്ട് ഞാനിങ്ങനെ ഒന്ന് ഈ രീതിയിലാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ സക്സസ്ഫുള്ളായിട്ടുമുണ്ട്. അപ്പോൾ അധികം മൂടാറില്ല, അവിടെ അതിന് വരാനുള്ളൊരു സ്പേസ് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ചില രീതിയിൽ മണ്ണിൽ റിയാക്ട് ചെയ്ത് അതിൻ്റെ പുതിയ വരുന്ന മുകുളത്തിന് എന്തെങ്കിലും ഡാമേജ് വരാണ്ടിരിക്കാനാണ്. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻസ് ഇവിടെയൊക്കെ നല്ല ലെവലിൽ മണ്ണിടും. എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് കാണുന്ന രീതിയിൽ വെച്ച് കൊടുക്കുകയുള്ളൂ. ഇതിങ്ങനെ പൊക്കിയിട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന് തന്നെ നന്നായിട്ട് വരാം. മൂടിയാലും കുഴപ്പമില്ല. ഞാൻ ചില കേസിൽ നമുക്ക് അതുപോലെ പൊടിപ്പുണ്ടാവില്ല, അപ്പോൾ അവിടെ മൂടിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് വന്ന സാധനത്തിന് ഡാമേജ് വരണ്ട, മണ്ണിൻ്റെ ഇതൊക്കെ തട്ടിയിട്ട് തരി തട്ടിയിട്ട് വരണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ചെയ്യാം. ഇതും കഴിഞ്ഞിട്ട് ഇനി ഞാൻ രണ്ടും കൂടെ ചേർത്ത് വെള്ളം ഒഴിക്കുന്നത് എങ്ങനെയാണ് കാണിക്കാം. ഓക്കെ, ഇതുപോലെ ഒരു തേക്കിൻ്റെയോ കുറച്ച് വലിപ്പമുള്ള ഇല, അല്ലെങ്കിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ. അപ്പോൾ ഞാൻ ഈ തേക്കിൻ്റെ ഇല വെച്ചിട്ട് ഞാൻ ഒഴിച്ചിട്ട് കാണിച്ചു തരാം. ഇതുപോലെ, അല്ലെങ്കിൽ താമര തന്നെ വളർത്തുന്നതാണെങ്കിൽ താമരയുടെ ഇലയായാലും മതി, പഴയ ഇലകളുണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. അല്ലാണ്ട് ഡയറക്റ്റ്ലി ഒഴിച്ച് ഇത് കലങ്ങാനാക്കി കഴിഞ്ഞാൽ ആ വെച്ച ട്യൂബർ അവിടെ നിന്ന് ഇളകി പൊങ്ങും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും. പതിയെ ഇങ്ങനെ വെള്ളം നിറഞ്ഞു വരും. അപ്പോൾ നമ്മൾ മണ്ണ് ഇളക്കിയിട്ട് ഇതാക്കി ചെയ്ത് കഴിഞ്ഞാൽ ആ ട്യൂബർ ഇങ്ങ് പൊങ്ങി വരും. ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഇല വെച്ചിട്ടുള്ള രീതിയിലായി. ഇപ്പുറത്ത് ഞാൻ നട്ടയിൽ ഞാൻ ഒരു
ഞാൻ പറഞ്ഞില്ലേ വൈറ്റ് പിയോണി. അപ്പോൾ അവർ തന്ന അതേ കവർ തന്നെ, നടാൻ വേണ്ടിയിട്ട് തന്ന അതേ കവർ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വേണ്ട വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മൾ വളരെ ചേർത്ത് വെച്ച് കൊടുക്കുക. നമ്മൾ പൈപ്പ് വളരെ ചേർത്ത് എടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണ് ഇളകില്ല. മണ്ണ് ഇളകിയാലാണ് കൂടുതൽ പ്രശ്നം. ഇത് കംപ്ലീറ്റ് ആയിട്ട് പൊങ്ങി വരും. പൊങ്ങി വരുന്നതും പിന്നെ അവിടെ ഒരു കുഴി പോലെ ആവും. ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഫോഴ്സ് കുറച്ച് കൂടിയപ്പോൾ അവിടെ ഇച്ചിരി കുഴി പോലെയായി. അപ്പോൾ നമ്മൾ ആ ഫ്ലോ നമ്മൾ ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ പ്ലാസ്റ്റിക് കവർ നമ്മൾ വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് പൊങ്ങി വരും. അപ്പോൾ ഒരു തരത്തിലും അടിയിലത്തെ മണ്ണിന് ഇളക്കം തട്ടില്ല. എന്നുവെച്ചാൽ ഇത് വേരൊന്ന് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷയമില്ല. വേര് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പൊങ്ങി വരില്ല. അത് മണ്ണിൽ തന്നെ പിടിച്ച് വട്ടത്തിൽ കിടന്നു പോകും. അപ്പോൾ കഴിയുന്നതും താമരയ്ക്ക് വട്ടത്തിലുള്ള ഇതാണ്. വേറെ ബേസിൽ നമുക്ക് ചെയ്യാം, സിമെൻറ്റ് ബേസിന്. പക്ഷേ വട്ടത്തിലാണ് ഇതിന് നോർമലി ഇത് വരുന്നത്, വളർന്നു വരുന്നത്. ആ വട്ടത്തിൽ തന്നെ നല്ല രീതിയിൽ കിട്ടും. പിന്നെ കുളമൊക്കെ ഉള്ളവർക്ക് ഡയറക്റ്റ്ലി കുളത്തിലേക്കൊക്കെ താഴേക്ക് ഇറക്കി ചെയ്യാവുന്നതാണ്. വേനൽക്കാലത്താണ് പൊതുവേ നട്ടു കൊടുക്കുക കുളം പോലെ ഉള്ള ഇതിൽ. ഇത് നമുക്ക് ഓവർഫ്ലോ ആയാലും കുഴപ്പമില്ല. മഴക്കാലത്ത് ഇത് ഓവർഫ്ലോ ആവും, പ്രശ്നമില്ല. അപ്പോൾ ട്യൂബർ പൊങ്ങി വരുന്നുണ്ടോയെന്ന് മാത്രം നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. ഇപ്പോഴത്തെ ആ ചെളിയൊക്കെ പോയി കഴിഞ്ഞാൽ അത് നല്ല ക്ലാരിറ്റി കണ്ടോ, പ്ലാസ്റ്റിക് കവർ പൊങ്ങി വന്നു. ഇനി നമ്മൾ അതിൻ്റെ മേളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും താഴേക്ക് ഡാമേജ് വരില്ല. അപ്പോൾ ഞാനിത് നിറച്ച് കഴിഞ്ഞിട്ട് ഇനി ബാക്കി കാണിക്കാം. വെറുതെ വീഡിയോൻ്റെ നമ്മൾ ലെങ്ത്ത് കൂട്ടണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതുവരെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ ഓൾമോസ്റ്റ് ഫില്ലായി. അതായത് ഇതിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് കവിഞ്ഞ് ഒഴുകാൻ വേണ്ടി വിടണം. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലത്തെ ഈ കണ്ടാവും ഇതിൽ കിടക്കുന്ന അഴുക്കുകൾ, മേലെ ഈ കമ്പും ഇലകളുടെ കഷ്ണങ്ങളൊക്കെ ഉണ്ട് മണ്ണിലുണ്ടായിരുന്നെങ്കിൽ അതിങ്ങനെ ഓവർഫ്ലോ ആയിട്ട് താഴേക്ക് പോയിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ അങ്ങ് ഓവർഫ്ലോ ചെയ്യാൻ പറ്റും. അതിൻ്റെ പതയും ചെളിയും ഒക്കെ പോയി നല്ല ക്ലാരിറ്റി ആയി. ഇപ്പോൾ കാണാമല്ലോ, നിങ്ങൾക്ക് ഏകദേശം അടിഭാഗത്ത് മണ്ണ് കാണാം. അതുപോലെ തന്നെ ഇപ്പുറത്തും നമ്മളങ്ങ് ചെയ്യുക. അപ്പോൾ ഓൾമോസ്റ്റ് നടുന്ന രീതി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ ഇവിടെ ഒരു ആമ്പലുണ്ടായിരുന്നു, അതിൻ്റെയാണ്. അതിങ്ങനെ മുട്ട് വന്ന് തുടങ്ങി. ചെറിയൊരു ഇതുപോലത്തെ ഒരു ട്രേ കട്ട് ചെയ്തിട്ട് ചെയ്തതാണ്. ആ ഒരു മെത്തേഡ് ഞാൻ ചെയ്യുന്നുണ്ട്, അതും ഞാൻ വീഡിയോയിലിടാം. ട്രേ കട്ട് ചെയ്തിട്ട് ഒരു താമര ഞാൻ അങ്ങനെയാണ് നടുന്നത്, ബേസിനില്ലാത്ത. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഓവർഫ്ലോ ആയി ഇതുപോലെ മേളത്തെ കമ്പും കോലൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ക്ലാരിറ്റി. ഇപ്പോൾ താഴെ നമ്മൾ ഇതുപോലെ തന്നെ ഇനി ആ പ്ലാസ്റ്റിക് കവർ ഇതുപോലെ അങ്ങ് എടുത്ത് കളയുക. അപ്പോൾ ഇത് കാണാൻ പറ്റും കണ്ട, ഇവിടെ ആയിട്ട് നമ്മൾ നട്ട താമരയുടെ ഇത്രയും ക്ലാരിറ്റിയായി. മേളത്തെ ഇത് ചെളിയാ വെള്ളം പോയപ്പോഴേക്കന്നെ ഇനി ബാക്കിയുള്ളത് നമ്മൾ ഇതുപോലെ എടുത്ത് കളയുക. സ്വാഭാവികമായിട്ട് ഞാൻ അങ്ങനെ നിറയ്ക്കാറില്ല, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി. ഇപ്പോൾ മഴയത്തായാലും ഇങ്ങനെ നിറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, മഴയത്ത് നിറഞ്ഞു പോയിക്കോളും. ഇതുപോലെ തന്നെ ഇതും പ്ലാസ്റ്റിക് കവർ എടുത്ത് മാറ്റുകയാണ്, നമുക്കിവിടെ കാണാം. ബട്ട് ഇതത്ര തെളിഞ്ഞിട്ടില്ല. ഈ ബാക്കി വെള്ളം നിറഞ്ഞിട്ട് തെളിയാൻ ഞാൻ ഇതുപോലെ കമ്പും ഇതൊക്കെ ചീഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നീറ്റാക്കി വെക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. പിന്നെ കൂടുതൽ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും പറയാം, ചെയ്യുന്നവർക്ക്. ഞാൻ മുന്നോട്ടുള്ള ഓരോ വീഡിയോസിലും അതൊക്കെ ആ ഒരു മിസ്റ്റേക്സൊക്കെ മാറ്റിയിട്ട് പുതിയ രീതിയിൽ ചെയ്യാം. അപ്പോൾ താമര വളർത്തുന്നവരുണ്ടാവും, എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ നന്നായിട്ട് കണ്ട് എവിടേക്കാണ് ഞാൻ മിസ്റ്റേക്ക് വരുത്തിയെന്ന് വെച്ചാൽ അത് പറയാം. കൂട്ടത്തിൽ വീഡിയോയിലുള്ള മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും വീഡിയോ ഇങ്ങനെ എടുത്താൽ നന്നായിരിക്കുമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞു തരിക. ഓക്കെ, അപ്പോൾ താങ്ക് യു, എല്ലാവർക്കും താങ്ക് യു. നിങ്ങളെല്ലാവരും താമര ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. വളർത്തിയാൽ വളരുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് കൊണ്ട് ചെയ്യാണ്ടിരിക്കരുത്. ഞാനും ഇതുപോലെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് സക്സസ് ആയി കഴിഞ്ഞപ്പോൾ ഉള്ള കോൺഫിഡൻസാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും പറയുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.